ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, വേദിയിലുള്ള കെ ഖാദർ മാസ്റ്റർ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് നദീറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ.പി. ബാബു അവർകൾ, നമ്മുടെ മഹലിൻ്റെ കാരണവന്മാരും മുസ്ലിം ലീഗിൻ്റെ പഴയകാല ആവേശവുമായിരുന്ന ബീരൻ ഹാജി, PKC മുഹമ്മദ് ഹാജി, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻറ്റ് TT അബ്ദുള്ള ഹാജി തുടങ്ങി മുസ്ലിം മണ്ഡലം യൂത്ത് ലീഗിൻ്റെ കരുത്തനായ പ്രസിഡൻറ്റ്, നമ്മുടെ എല്ലാം അഭിമാനവും ആവേശവുമായ കുഞ്ഞിമരക്കാർ മലയമ്മ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഇത്തരം മഹത്തരമായൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാര്യകാരണങ്ങളൊന്നും ഞാനിവിടെ പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നീണ്ട 20 വർഷത്തിലേറെ ഇടതുവശം ഭരിച്ച് മുടിച്ച ചാത്തമംഗലം പഞ്ചായത്ത് കഴിഞ്ഞ UDF-ൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ തിരിച്ചു പിടിച്ചിരു. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിച്ച നമ്മുടെ 5-ാം വാർഡിൻ്റെ താൽക്കാലിക UDF ഓഫീസ് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥിരം ഓഫീസ് മാറ്റി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് AP സ്മിജി വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് വേണ്ടി അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓഫീസ് നിർമ്മിച്ചതും ആ ഓഫീസിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലക്കാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത്. നമ്മുടെ കള്ളന്തോടിൻ്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയേറെ ലീഗിന് പൈതൃകമുള്ളൊരു മണ്ണാണിത്. കായിദെ മില്ലത്തിനെ വായിച്ചറിഞ്ഞ, സേട്ടു സാഹിബിനെ കണ്ടറിഞ്ഞ, CH മുഹമ്മദ് കോയ സാഹിബിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരു ജനത. ഇവിടെ ഇരിക്കുന്ന ഖാദർ മാഷർക്കറിയാം, കണ്ടിയിൽ ഹസൻ ഹാജിയും പുല്ലണ്ടിയിൽ ആലിക്കുഞ്ഞി ഹാജി തുടങ്ങി നമ്മുടെ പൂർവികരിൽ നിന്ന് ഖാദർ മാഷിലൂടെ, അതേപോലെ ഇന്നത്തെ നമ്മുടെ ഒരു അനുസ്മരണ പരിപാടി കണ്ടി എന്ന് പറഞ്ഞ നമ്മുടെ കണ്ടി അബൂബക്കർ ഹാജിയുടെ ഒക്കെ ധീരത്വവും ശൂരത്വവും സ്വീകാര്യതയും ഒക്കെ കൈമുതലാക്കിയിട്ടാണ് നമ്മുടെ മുസ്ലിം ലീഗ് ഇവിടെ തഴച്ചു വളർന്നത്. നാളെയിൽ ചിലപ്പോൾ ഇവിടുന്നൊരു പാർട്ടി ലീഡറോ അല്ലെങ്കിൽ ഭരണരംഗത്ത് ഒരാളോ ചിലപ്പം കടന്നു വന്നോളണമെന്നില്ല. എന്നാലും അവസാന ശ്വാസം വരെ പാണക്കാടിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട ഈ കള്ളന്തോട് പ്രദേശം പച്ച പതാക കൈവിടാതെ സൂക്ഷിക്കുമെന്ന് ഞങ്ങൾ തെളിയിച്ചതാണ്. കാരണം ഈ കഴിഞ്ഞ 20 വർഷവും അതിലേറെ വർഷവും ഈ പഞ്ചായത്ത് നമ്മളെ കയ്യിലല്ലാഞ്ഞിട്ട് കൂടി ഓരോ വർഷവും 100ഉം 200ഉം ഭൂരിപക്ഷം കൂടി ഇത്തവണ 1025-ന് മുകളിൽ ഭൂരിപക്ഷമാണ് നമ്മുടെ വാർഡ് മെമ്പർക്ക് നമ്മൾ കൊടുത്തത്. ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായ കള്ളന്തോടും കട്ടാങ്ങലും, കാരണം ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല സിറ്റികൾ കള്ളന്തോടും കട്ടാങ്ങലുമാണ്. ഈ വാർഡ് പല വിധത്തിൽ അവർ മുറിച്ചു നോക്കിയിട്ടും മുസ്ലിം ലീഗിൻ്റെ എവിടെ കുഴിച്ചാലും പച്ച അല്ലാതെ കാണുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയ ഉത്ബുദ്ധത. കാരണം നമുക്ക് ഒരുപാട് വികസനങ്ങൾ കിട്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ആദർശപരമായി നമ്മുടെ മുസ്ലിം ലീഗുള്ള ഒരു പ്രതിപത്തി അത്രമേൽ വലുതാണ്. ഇപ്പോൾ ഈ നഗരിയുടെ ഒരു നാമം കാണാം, കണ്ടിയിൽ നാസർ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളറിയാം, ഒരു വാർഡ് കമ്മിറ്റിയിൽ പോലുള്ള ആളായിരിക്കണമെന്നില്ല, പക്ഷേ നമ്മൾ ആലങ്കാരികമായി പറയണ്ടല്ലോ, മുറിച്ചാ പച്ച ചാടുന്നു, അതിൻ്റെ അനർത്ഥമാക്കുന്ന അതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമായിരുന്നു നാസർക്ക. അത്തരം ആളുകളുടെ ഒരു കൂട്ടമാണ് കള്ളന്തോട് എന്നുള്ളത് തന്നെയാണ് ഈ നാടിനെ പ്രത്യേകമാക്കുന്നത്. അതായത് ഈ പഞ്ചായത്തിൽ ഖാദർ മാഷി ഇവിടെ കണ്ടി അനുസ്മരണവും ഈ നാടിൻ്റെ ചരിത്രമൊക്കെ വിശദമായി പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാലും ഞങ്ങളുടെ നാട് അത്രമേൽ രാഷ്ട്രീയ ഉത്ഭുതക്കും മുസ്ലിം ലീഗിൻ്റെ ഹരിത രാഷ്ട്രീയത്തോടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഇന്നും ഇത് തന്നെയാണ്. എന്തൊക്കെ കൊടുങ്കാറ്റ് വന്നാലും ഈ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം ഖിയാമത്ത് നാൾ വരെ ഇതിൻ്റെ ഒരു പച്ചക്കോട്ടയായി ഇത് നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിൻ്റെ ഓഫീസും ഇതിൻ്റെ നമ്മളെ പ്രവർത്തകരുടെ സഹകരണമൊക്കെ നമ്മുടെ അധ്യക്ഷ പ്രഭാഷകനും എൻ്റെ സുഹൃത്ത് ഇതിൻ്റെ എല്ലാം കാര്യകാരണക്കാരനായ ബഷീറൊക്കെ ഇവിടെ പ്രതിപാദിക്കും. അതുകൊണ്ട് സമയം വളരെ ചുരുക്കമാണ്, അതിഥികൾക്കൊക്കെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സദസ്സ് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് അബ്ദുറഹിമാൻ മായങ്ങോട് അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട,
അന്തർക്ക എന്ന് വിളിക്കുന്ന അദ്ദേഹം എന്ത് കാര്യത്തിന് നമ്മളെ കൂടെ ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഒന്ന് കാല് കുഴിച്ചിടാനാണെങ്കിലും കൊടി കെട്ടാനാണെങ്കിലും മൂപ്പർ റെഡിയാണ്. ഇനി വേറെന്താ വലിയ കാര്യം ജില്ലാ കമ്മിറ്റിയിൽ അവിടെ പോയിട്ടൊരു നിവേദനം കൊടുക്കണം, അതിന് മൂപ്പർ റെഡിയാണ്. ചെറിയ കുട്ടികളൊരു ബലൂൺ പൊട്ടിക്കൽ മത്സരമുണ്ട്, ഞാൻ റെഡി. അപ്പോൾ അത്രമേൽ ലീഗിന് വേണ്ടി എന്ത് കാര്യത്തിന് എപ്പോൾ വിളിച്ചാലോ കൂടെ മഹലിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ ഒരു പൂർവികരുടെ പാരമ്പര്യം ചുമക്കുന്ന ഒരാൾ കൂടിയാണ് അന്തർക്ക. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനവും ഈ പരിപാടിയുടെ ഉദ്ഘാടനവുമായി ഇവിടെ എത്തിച്ചേർന്ന പാണക്കാടിൻ്റെ പൂമുത്ത് സയ്യിദ് മുഹൈൻ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ടിട്ട് പോലുമില്ല. ഞാനും ബഷീറൊക്കെ പാണക്കാടേക്ക് പോകണം തീരുമാനിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് വേങ്ങര പുള്ളാട് ഷംസുവിനെ ബന്ധപ്പെട്ടപ്പോൾ ഷംസു തങ്ങളെ ഒന്ന് ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് തങ്ങൾ ഡേറ്റ് തന്നു, അവിടെ പോകേണ്ടി പോലും വന്നിട്ടില്ല. അപ്പോൾ തങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. പ്രിയ സുഹൃത്ത് PK ഷർഫുദ്ദീൻ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രധാന ചടങ്ങായ കണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ എല്ലാം നേതാവ്, ഇവിടെ മുസ്ലിം ലീഗ് ഇങ്ങനെ തഴച്ചു വളർന്നതിൽ, നമ്മുടെ അണികൾക്കൊക്കെ എന്നും ആവേശം പകർന്നതിൽ നമുക്കെല്ലാം മാതൃകയായ നമ്മുടെ അനുഷേദ്യനായ എന്നും നമുക്കൊരു ഖാദർ മാസ്റ്ററേ ഉള്ളൂ, കെ ഖാദർ മാസ്റ്റർ അവർകൾ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് സ്മിജി ഉണ്ണികൃഷ്ണൻ, എനിക്കൊരു വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരാളായിരുന്നു ഉണ്ണിയേട്ടൻ്റെ മകൾ ഉണ്ണിയേട്ടൻ്റെ പാത പിന്തുടർന്ന് ഈ പാർട്ടിയുടെയും ഇതിൻ്റെ ഭരണകാര്യങ്ങളിലൊക്കെ തലപ്പത്തേക്ക് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സ്മിജി അവർകളെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന സഹീർ നല്ലളം, പിന്നെ നമ്മുടെ ഇതുപോലെ തന്നെ ഒരു ചെറിയ ഫോൺ കോൾ കൊണ്ട് തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് നവാസ് സാഹിബ്, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്ന ഇവിടെ പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് ഒരു പുതിയ മാനം നൽകിയ ചാണക്യതന്ത്രങ്ങളുമായി UDFന് പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനുള്ള സൂത്രങ്ങൾ ഓതുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് PK ഷർഫുദ്ദീൻ. കോളേജ് കാലം മുതലേ ഷർഫുവിൻ്റെ തന്ത്രങ്ങളൊക്കെ നേരിട്ട് കണ്ട ഒരു ആളാണ് ഞാൻ. ഷർഫുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായ കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡൻറ്റ്, അവരുടെ അഭാവത്തിൽ ഫസീല അവർകൾ, അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബൽക്കീസ് ടീച്ചർ, അവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു യാത്രയിലുള്ള ജസ്റ്റ് ഒരു ക്ഷണം കൊണ്ട് തന്നെ നമ്മുടെ പരിപാടി ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന EP ബാബു അവർകൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പിന്നെ നമ്മുടെ ഈ അഭിമാന നിമിഷത്തിന് നിയോഗമുണ്ടായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നദീറ അവർകൾ, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് അനീഷ് അവർകൾ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ, അതുപോലെ നമ്മുടെയൊക്കെ അഭിമാനമായ യൂത്ത് ലീഗിൻ്റെ മണ്ഡല യൂത്ത് ലീഗിൻ്റെ, നമ്മുടെ നാടിൻ്റെ ആവേശം, നമുക്കെല്ലാം നമ്മളുടെ ഒരു നേതാവ് എന്ന് പറയും യൂത്തിൻ്റെ അഭിമാനമായ കുഞ്ഞിമരക്കാർ മലയമ്മ, പിന്നെ കള്ളന്തോട്ടുകാരുടെ ജനകീയനായ നേതാവ് PK ഹക്കീം മാസ്റ്റർ, നമ്മുടെ 5-ാം വാർഡിൻ്റെ കോട്ടകൊത്തങ്ങളങ്ങൾ മറിച്ച് വിജയിച്ച 6-ാം വാർഡിൻ്റെ മെമ്പർ അനില ശ്രീധർ അവർകൾ, അതുപോലെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ സെലീന, പിന്നെ ചാത്തകലം പഞ്ചായത്ത് ഇത്തവണ നമുക്ക് കിട്ടാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഒരു കാരണം എന്ന് കൂടി നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോൾ ആ പ്രതിപക്ഷത്ത് തിളങ്ങി നിന്ന മൊയ്തു പീഡിയക്കണ്ടി അവർകൾ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ കാരണവന്മാരായ പിലാശ്ശേരി അബ്ദുറഹ്മാൻ ഹാജി, ബീരാനാജി കണ്ടിയിൽ, PKC മുഹമ്മദ് ഹാജി, KT മുഹമ്മദ് അവർകൾ, അഹമ്മദ് കുട്ടി TP, പോക്കർ VK, പാലിയിൽ മൊയ്തീൻ, അബ്ദുറഹ്മാൻ പിലാശ്ശേരി, മുഹമ്മദ് മാവുള്ളക്കണ്ടി, അബ്ദുൽ ഗഫൂർ P, സിദ്ദീഖ് മാസ്റ്റർ, മുഹമ്മദ് പാണക്കണ്ടി തുടങ്ങി വേദിയിലും സദസ്സുമുള്ള എല്ലാ നേതാക്കൾ, പഞ്ചായത്ത് MSFൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഷമീം TP, പിന്നെ ഈ പരിപാടിയൊക്കെ ഇത്തരത്തിൽ വിജയിപ്പിക്കാൻ എല്ലാ സിസ്റ്റവും സെറ്റപ്പും ഒരുക്കിയ പ്രിയപ്പെട്ട ആരിഫ്, അതുപോലെ ഇതിനെല്ലാം ജീവനാടിയായി വർത്തിക്കുന്ന
ബഷീർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിൻ്റെ കോർഡിനേഷന് വേണ്ടി, നിയന്ത്രണത്തിന് വേണ്ടി പ്രിയ സുഹൃത്ത് ബഷീറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും.